കേരളത്തിൽ ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി അതുപോലെ മറ്റ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ സെക്കൻഡ് റൗണ്ട് സ്ട്രേ വേക്കൻസി ഫില്ലിങ്ങിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യ റൗണ്ടിന് ശേഷം സീറ്റ് ബാക്കി വന്നതിനുള്ള രണ്ടാമത്തെ റൗണ്ട് സ്ട്രേ വേക്കൻസി ഓപ്ഷൻ രജിസ്ട്രേഷനാണ്. അപ്പോൾ ഇവിടെ ഡീറ്റെയിൽ നോക്കാം. ഈ പറഞ്ഞ കോഴ്സുകൾ, അതായത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി അതുപോലെ മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ ഫസ്റ്റ് റൗണ്ട് സ്ട്രേ വേക്കൻസി ഫില്ലിംഗ് കഴിഞ്ഞതാണ്. ഇനി രണ്ടാമത്തെ റൗണ്ടാണ്. അപ്പോൾ ഇതിന് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള സമയം നവംബർ 21 രാത്രി 11:59 വരെ മാത്രമാണ്. ഇനി പുതിയതായിട്ട് അപേക്ഷ കൊടുത്ത കുട്ടികൾക്കും ഇവിടെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അവർ സ്റ്റേറ്റ് മെറിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ മാത്രമാണ് അവരെ അലോട്ട്മെൻറ്റിന് പരിഗണിക്കുക. അപ്പോൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടാലേ പരിഗണിക്കൂ. ബാക്കി ഇതിന് മുമ്പ് തന്നെ രജിസ്റ്റർ ചെയ്തവരുണ്ട്, റാങ്ക് ലിസ്റ്റിൽ പെട്ടവരുണ്ട്, അവർക്ക് നേരെ ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. ഇനി ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ c.kerala.gov.in എന്നുള്ള സൈറ്റിൽ കയറി സ്ട്രേ വേക്കൻസി ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുള്ള മെനു ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക, ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുക. ഇപ്പം നിലവിലുള്ള സീറ്റ് വേക്കൻസിയും ഇനി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒഴിവുകളുമെല്ലാം ഈ റൗണ്ടിൽ തന്നെ ഫില്ല് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് കോളേജിലാണ് വേണ്ടത്, ഏത് കോഴ്സാണ് വേണ്ടത് എന്നുള്ളതൊക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഈ വേക്കൻസി ലിസ്റ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട. നിങ്ങൾക്ക് ഏത് കോഴ്സും കൊടുക്കാം. അതായത് ഈ പറഞ്ഞ നമ്മൾ മേലെ പറഞ്ഞ കോഴ്സുകളുടെ ഏത് കോഴ്സും കൊടുക്കാം, ഏത് കോളേജും കൊടുക്കാം. അവിടെ വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങളെ അലോട്ട് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള സീറ്റ് ഏതാണോ നിങ്ങൾ ചോദിച്ചത് അത് അലോട്ട് ചെയ്യും. അങ്ങനെ വേക്കൻസി ഇനി വരാൻ സാധ്യതയുള്ളത് കൂടി ചേർത്തിട്ടാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് കിട്ടിയാൽ ജോയിൻ ചെയ്യുമെന്ന് ഉറപ്പുള്ള കോഴ്സും കോളേജും മാത്രമേ ഓപ്ഷനിൽ കൊടുക്കാവൂ. വെറുതെ എല്ലാ ഓപ്ഷനും കൂടി കൊടുക്കരുത്. നിങ്ങൾക്ക് എവിടെ കിട്ടിയാലും പോവുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഓപ്ഷനും കൊടുക്കാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തേർഡ് റൗണ്ട് അലോട്ട്മെൻറ്റ്, അതേപോലെ ഫസ്റ്റ് റൗണ്ട് സ്ട്രേ അലോട്ട്മെൻറ്റ്, മൂന്നാം റൗണ്ട് അലോട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ ഫസ്റ്റ് റൗണ്ട് സ്ട്രേ വേക്കൻസിയിലോ കോളേജുകളിൽ അഡ്മിഷൻ നേടിയവർക്ക് ഈ റൗണ്ടിൽ പങ്കെടുക്കാൻ അർഹതയില്ല. അതായത് തേർഡ് റൗണ്ടിൽ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടി, അല്ലെങ്കിൽ ഫസ്റ്റ് സ്ട്രേയിൽ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടി, നിങ്ങൾ ജോയിൻ ചെയ്തു, നിങ്ങൾക്കിതിൽ പങ്കെടുക്കാൻ പറ്റില്ല. അതേപോലെ തേർഡ് റൗണ്ട് അലോട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെൻറ്റിലോ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി, പക്ഷേ നിങ്ങൾ ജോയിൻ ചെയ്തില്ല, അപ്പോഴും നിങ്ങൾക്ക് അർഹതയില്ല. അതായത് തേർഡ് റൗണ്ടിലോ ഫസ്റ്റ് സ്ട്രേയിലോ നിങ്ങൾക്ക് സീറ്റ് കിട്ടി, നിങ്ങൾ ജോയിൻ ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങളെ ഇതിൽ പരിഗണിക്കില്ല. അതുപോലെ റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3 ഫസ്റ്റ് സ്ട്രേ വേക്കൻസി, ഈ 4 റൗണ്ടുകളിലും നിങ്ങൾക്ക് സീറ്റ് കിട്ടി, ഇപ്പോഴും നിങ്ങൾ പ്രവേശനത്തിൽ തുടരുന്നുമുണ്ടെങ്കിലും നിങ്ങൾക്ക് അർഹതയില്ല. അതേപോലെ നവംബർ 12-ാം തീയതി ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ കൗൺസിൽ കൊടുത്ത ഇന്നെലിജിബിൾ ലിസ്റ്റ്, അതായത് അവിടെ ജോയിൻ ചെയ്ത കുട്ടികൾ, ഓൾ ഇന്ത്യയിൽ ജോയിൻ ചെയ്ത കുട്ടികൾ അല്ലെങ്കിൽ ഓൾ ഇന്ത്യയിൽ അലോട്ട് ചെയ്ത കുട്ടികൾ, അവർക്കും അതായത് ഇന്നെലിജിബിൾ ലിസ്റ്റിൽ പെട്ടവർക്കും ഇതിൽ പങ്കെടുക്കാൻ പറ്റൂല. അപ്പോൾ ഈ പറഞ്ഞ ഒരു കാറ്റഗറിക്കും പറ്റില്ല. അപ്പോൾ ചുരുക്കത്തിൽ ആർക്ക് പറ്റും? നിലവിൽ നിങ്ങളുടെ കയ്യിൽ ഒരു സീറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റും, ഏതെങ്കിലും സീറ്റ് ഉണ്ടെങ്കിൽ പോലും പറ്റില്ല. ഇനി സ്ട്രേ വേക്കൻസി ഫില്ലിങ്ങിലൂടെ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിയാൽ പിന്നീട് അതിൽ മാറ്റം, അതായത് കോളേജ് ചേഞ്ച് ചെയ്യാനൊന്നും ഇനി സമ്മതിക്കില്ല. രജിസ്ട്രേഷൻ ഫീ ഉണ്ട്. അപ്പോൾ ഈ രജിസ്ട്രേഷൻ ഫീ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സെക്കൻഡ് റൗണ്ട് സ്ട്രേയിൽ നിങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ ഓപ്ഷൻ രജിസ്ട്രേഷന് മുമ്പ് നിങ്ങളൊരു 10,000 രൂപ അടയ്ക്കേണ്ടി വരും. SC ST അല്ലെങ്കിൽ OEC അതേപോലെ ഫീസാനുകൂല്യമുള്ള മറ്റ് കാറ്റഗറിക്കൊക്കെ 500 രൂപ അടച്ചാൽ മതിയാവും. ബാക്കിയുള്ളൊരു 10,000 രൂപ അടയ്ക്കേണ്ടി വരും. ഇനി നിങ്ങൾ എത്രയാണ് അടയ്ക്കേണ്ടത്, നിങ്ങൾക്ക് ഫീസ് ആനുകൂല്യം ഉണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഈ കാൻഡിഡേറ്റ് പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് എത്രയാണ് ഫീ പേ ചെയ്യേണ്ടതെന്നുള്ള ഓപ്ഷൻ കാണിക്കും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഡിസ്പ്ലേ കാണിക്കും, എത്രയാണ് നിങ്ങൾ അടയ്ക്കേണ്ടതെന്ന് കാണിക്കും. അത് നിങ്ങൾ അടച്ചാൽ മതി. അല്ലാതെ എനിക്ക് ഫീസ് ആനുകൂല്യം ഉണ്ടോ എന്നും നിങ്ങൾ കൺഫ്യൂസ് ആവണ്ട. നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ സിയിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ അനുസരിച്ച് നിങ്ങൾ ഏത് കാറ്റഗറിയിൽ വരുമെന്ന് അവരായിട്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ കണക്കാക്കി നിങ്ങൾ എത്ര അടയ്ക്കണമെന്ന് ആവശ്യപ്പെടും. അത് നിങ്ങൾ അടച്ചാൽ മതി. സ്ട്രേ വേക്കൻസി ഫില്ലിങ്ങിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികളുടെ ഈ പറഞ്ഞ 10,000 രൂപ അല്ലെങ്കിൽ 500 രൂപ നിങ്ങളുടെ ഫീസ്, നിങ്ങൾ അടച്ച ഫീസ് എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ഫീസിൽ വകയിരുത്തും. നിങ്ങൾ അടയ്ക്കേണ്ട ഫീസിൽ ഇത് കുറച്ചടച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക. ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കത് റീഫണ്ട് വരും. റീഫണ്ട് വരുമ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് ഉണ്ടാവും. അത് ഞാൻ വീണ്ടും കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. ഇനി സ്ട്രേ വേക്കൻസി ഫില്ലിങ്ങിൽ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടി, നിങ്ങൾ പ്രവേശനം നേടിയില്ല എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ സ്ട്രേ വേക്കൻസി ഫില്ലിങ്ങിലോ മുൻ അലോട്ട്മെൻറ്റിലോ പ്രവേശനം നിങ്ങൾക്ക് കിട്ടിയവരാണ്, അതിനുശേഷം റിസൈൻ ചെയ്തു എന്ന് വിചാരിക്കുക. അതായത് സ്ട്രേ വേക്കൻസിയിൽ സീറ്റ് കിട്ടി എടുത്തില്ല, അല്ലെങ്കിൽ സ്ട്രേ വേക്കൻസിയിൽ സീറ്റ് കിട്ടി എടുത്തു പിന്നീട് റിസൈൻ ചെയ്തു, അല്ലെങ്കിൽ സ്ട്രേ വേക്കൻസി ഒക്കെ കഴിഞ്ഞ് കയ്യിലുണ്ടായിരുന്ന സീറ്റ് റിസൈൻ ചെയ്തു. ഈ പറഞ്ഞ ഏത് കാറ്റഗറിയിൽ പെട്ടാലും നിങ്ങൾ അടച്ച പൈസയും പോവും, നിങ്ങളുടെ ഫീസും പോവും, പ്ലസ് നിങ്ങൾ പെനാൽറ്റി അടയ്ക്കേണ്ടിയും വരും. ഇനി
ഒന്നുകൂടി ശ്രദ്ധിക്കണം, അലോട്ട്മെന്റ് കിട്ടിയാൽ പ്രവേശനം നേടും, പഠനം തുടരും എന്ന് ഉറപ്പുള്ള കോളേജും കോഴ്സും ഓപ്ഷനിൽ വയ്ക്കാവൂ. ഇനി ഈ പറഞ്ഞ കോഴ്സുകൾ ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി പോലുള്ള കോഴ്സുകളുടെ എല്ലാം ഫീസ് നിരക്ക് 2023-24 വർഷത്തെ ഫീസാണ് ഇപ്പോൾ അടയ്ക്കേണ്ടത്. 24-25 ഫീസ് വരുമ്പോൾ അഡീഷണൽ തുക പിന്നീട് അടച്ചാൽ മതിയാവും. ഈ ഫീസ് ഷെഡ്യൂളൊക്കെ നമ്മൾ ആദ്യ റൗണ്ടിൻ്റെ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഫീസ് പറഞ്ഞിട്ടുണ്ട്, അത് ശ്രദ്ധിച്ചാൽ മതിയാവും. ഇനി അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണും എത്രയാണ് നിങ്ങൾ ഫീ അടയ്ക്കേണ്ടതെന്ന്. ഇനി ആ ഷെഡ്യൂൾ നോക്കുക. ഓപ്ഷൻ രജിസ്ട്രേഷൻ അവസാനിക്കുന്നത് നവംബർ 21 രാത്രി 11:59 നവംബർ 22 പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വരും. നവംബർ 23 ഫൈനൽ അലോട്ട്മെൻറ്റ് വരും. നവംബർ 24 തുടങ്ങി 27 വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് കോളേജിൽ പ്രവേശനം നേടാനുള്ള സമയവും ഉണ്ടാവും. അപ്പോൾ ഇത് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിൻ്റെ അപ്ഡേറ്റ് ഒരിക്കൽ കൂടി തരാം. ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ രജിസ്ട്രേഷനുള്ള ഡേറ്റ്, ലാസ്റ്റ് ഡേറ്റ് 21 രാത്രി 11:59 എന്നുള്ളത് ഓർക്കുക. ഇനി ഈ റൗണ്ടിൽ ഏതെങ്കിലും സീറ്റ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിന് ശേഷം ഇവിടെ ഒഴിവ് ഉണ്ട് എന്ന് വിചാരിക്കുക, ഇനിയും സീറ്റ് വേക്കൻസി വന്നു എന്ന് വിചാരിക്കുക, അപ്പോൾ അത് തേർഡ് റൗണ്ട് സ്റ്റേ വേക്കൻസിയിൽ ഫില്ലിങ് ചെയ്യും. ഓക്കെ, അപ്പോൾ സ്റ്റേ വേക്കൻസി, ഈ പറഞ്ഞ സ്റ്റേ വേക്കൻസിയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ ശേഷം പ്രവേശനം നേടാതിരിക്കുകയോ പ്രവേശനം നേടിയ ശേഷം റിസൈൻ ചെയ്യുകയോ ചെയ്യുന്ന കുട്ടികളെ മൂന്നാമത്തെ റൗണ്ടിൽ പരിഗണിക്കില്ല. മൂന്നാമത്തെ റൗണ്ടിനും ഇതേ റൂൾ തന്നെയാണ്. മുൻപ് ഒരു റൗണ്ടിലും സീറ്റ് കിട്ടുകയോ എടുക്കുകയോ ജോയിൻ ചെയ്യുകയോ ചെയ്യരുത്. ഇതുവരെ സീറ്റ് കിട്ടാത്തവരെ മാത്രമാണ് മൂന്നാം റൗണ്ടിൽ പരിഗണിക്കുക. അപ്പോൾ ഇനി ഇവിടെ സീറ്റ് ബാക്കിയുണ്ടെങ്കിൽ മാത്രമാണ് മൂന്നാം റൗണ്ട് ഉണ്ടാവുക, അതും ഓർക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.